ഹൃദയശൂന്യമായ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അത് പിടിക്കപ്പെട്ട് കയ്യോടെ പിടിക്കപ്പെട്ട് അപമാനിതരായി നിൽക്കുന്ന സമയത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യത്തിന്റെ മറുപടി മറ്റൊരു ചോദ്യമല്ല. കേരളം മുഴുവൻ ചോദിക്കുന്നു, വയനാട്ടിൽ എത്ര തുക പിരിച്ചു, ഏത് അക്കൗണ്ടിലാണ് ആ പണം ഉള്ളത്? ചോദിക്കാൻ കാരണം എന്താണ്? പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വാസയോഗ്യമല്ലെന്ന് പരാതിയുള്ള ഒരു സ്ഥലം, അത് 3 ഏക്കർ എന്നിട്ടാണ് കേട്ടത്. 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് കേട്ടിട്ട്? 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം, അതൊരു ലോകാത്ഭുതമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരു കല്ലിടൽ മാമാങ്കം നടത്തുന്നു, ഒരൊറ്റ വീട് അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. ഈ ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയണം. അതിന് പകരം നിങ്ങളുടെ കണക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ മറുപടി പറയാം. പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടി ആ ചോദ്യമാണോ? രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സംസ്കാരമല്ല CPIM-നുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ഇന്നോളം പിരിച്ചിട്ടുള്ള പണം മോഷ്ടിച്ച ചരിത്രമേ ഉള്ളൂ. അത് കെ ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, CM സ്റ്റീഫൻ, ഒടുവിൽ കെ കരുണാകരൻ വരെ 4 വട്ടം പിരിച്ചില്ലേ കെ കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കാൻ പൈസ? വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയോടെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ ആ കാശ് എവിടെ പോയി എന്ന്? പിരിച്ച പണം മുഴുവൻ മോഷ്ടിക്കുകയാണ് അവര്. ആ അനുഭവത്തിൽ നിന്നാണ് അവർ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പയ്യന്നൂരിലെ ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ, രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. ആ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക, കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ സംരക്ഷിക്കാൻ ചെലവഴിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുക, ആ കേസ് കുറ്റമറ്റ രൂപത്തിൽ നടത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളിലെ കേസുകൾ, ആ കേസ് നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുൻപിലുള്ളത്. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ധനരാജന്റെ കുടുംബം അവിടെ ഉണ്ട് പയ്യന്നൂര്. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, അവരോടൊന്ന് ചോദിക്കണം. അവർ പറയും ഈ രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിന്റെ ഭാഗമായി പാർട്ടി എങ്ങനെ അത് ചെലവഴിച്ചു, അവരോട് നീതി പുലർത്തിയോ, എന്താണ് അവരുടെ അഭിപ്രായം? കോൺഗ്രസിന്റെ ജൽപ്പനങ്ങളെ ചവിട്ടിയരച്ചു കളയുന്ന പുല്ലുപോലെ ആ കുടുംബം അവഗണിക്കും. ഒരൊറ്റ ഉറുപ്പിക വകമാറില്ല. ഇപ്പോ അർത്ഥരഹിതമായ ബഹളം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ഥാനമോഹിയായിട്ടുള്ള ഒരാൾ പാർട്ടിക്ക് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോ അയാൾ പറയുന്ന കളവല്ലേ, പച്ച കള്ളവല്ലേ പറയുന്നത്? ഇന്നലെ ഒരു ബാങ്ക് അക്കൗണ്ട് പുറത്തു വിട്ടു. ആ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടാണ്. എന്നിട്ട് പറയുകയാണ് വ്യക്തിപരമായ അക്കൗണ്ട് ആണെന്ന്. ഇങ്ങനെ പറയുന്ന കളവുകൾ അല്പായുസുകളായി അപഹാസ്യമായി പോകും. കേരളത്തിൽ എവിടെയായിരുന്നാലും CPIM ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിച്ചുവോ ആ ആവശ്യത്തിനല്ലാതെ അണാപ്പൈ വകമാറ്റുന്ന പ്രശ്നമേ ഇല്ല. കോൺഗ്രസ് ആയിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തണ്ട, അതാണ് അവർക്കുള്ള മറുപടി.